രാജ്യങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത് എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ടുള്ള കളിയുണ്ടല്ലോ. ആ കളി നല്ലതിനല്ല, ആ കളി നല്ലതിനല്ല. നിങ്ങളിപ്പോ ഞങ്ങളെ ഒന്നും ആക്കാൻ പോലില്ല, അത് വേറെ വിഷയം. ഒരു പുല്ലുവാക്കില്ല. ഞങ്ങളൊക്കെ കണ്ടതാ. ഞങ്ങൾക്കറിയില്ല പോലീസ് എന്താണ് ഞങ്ങൾക്കറിയാം, മന്ത്രി എന്താണ് ഞങ്ങൾക്ക്. ഇതൊക്കെ ഞങ്ങൾ കണ്ടല്ലേ. 4.5 മാസം കൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടത് ഇതൊക്കെ കേട്ടാ ഞങ്ങൾ ഇങ്ങനെ ബേജാറാണ്. അയ്യയ്യയ്യേ, എന്താ ധരിച്ചിട്ടുള്ളത്? ഇവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവം ഈ ആര്യമ്പാവ് പ്രദേശത്ത് അരങ്ങേറി. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ? ഇളവഞ്ചി പൊട്ടിക്കറിഞ്ഞ ആക്രമണകാരികളുടെ അവരുടെ മുമ്പിൽ, അവരുടെ ആക്രമണത്തിന്റെ മുമ്പിൽ നെഞ്ചി പൊട്ടിക്കരഞ്ഞ മാറത്തടിച്ച് നിലവിളിച്ച അമ്മമാരുടെ, നിരവധി സഹോദരിമാരുടെ വേദന ഉയർന്ന മണ്ണാണ് ഈ ആര്യമ്പാവ് മണ്ണ്. ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ? ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ? കാടന്മാരുടെ കൈത്തരിപ്പിൽ വേട്ടമൃഗങ്ങളുടെ മുമ്പിൽ ആക്രമണം കടിച്ചു കീറിയ ഒരു പാവപ്പെട്ട വൃദ്ധനായ മനുഷ്യന്റെ വിലാപമുയർന്ന മണ്ണാണ് ഈ ആര്യമ്പാവിന്റെ മണ്ണ്. ഇനി ഒരിക്കലും ഈ ആര്യമ്പാവിന്റെ മണ്ണിൽ ഒരു തോന്നിവാസവും പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക. ഈ നാട് ഇങ്ങനല്ല, ഇങ്ങനല്ല ഈ നാട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ തെറ്റ് വന്നാൽ തെറ്റാണ് ഞങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് പരസ്യത്തിന്റെ പറഞ്ഞത് അവിടെ കൂടെ വന്ന ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കയ്യില് തെറ്റായ സമീപനങ്ങളുമായി ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റ് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, ആ തെറ്റ് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. പരസ്യമായിട്ട് പറഞ്ഞു. അവരെ ഇന്ത്യയിൽ എപ്പോഴും പറഞ്ഞു. ഈ പറഞ്ഞതിനെ പോലെ ഒരു നിൽക്കണ്ടേ? വേണ്ട, എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാടുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒരു മിനിറ്റ് വിട്ടുവീഴ്ച ഞങ്ങൾ ഈ കാര്യത്തെ കാണിക്കില്ല. മാത്രമല്ല, ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് കഴിയണം. നാളെ പള്ളിക്കെതിരായിട്ട് ആക്രമണം വന്നാലും ഞങ്ങൾ ആ പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. ഇവിടെ ഹിന്ദുക്കളുടെ, ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട് ഇവിടെ, നമ്മുടെ കോവില്, സുബ്രഹ്മണ്യ കോവിൽ. ആ സുബ്രഹ്മണ്യ കോവിലേക്ക് ജനങ്ങളുടെ ആവശ്യം മുൻകൈ എടുത്തുകൊണ്ട്, താല്പര്യം മുൻകൈ എടുത്തുകൊണ്ട് റോഡ് വെട്ടി. ആ റോഡ് തയ്യാറാക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് ഈ നാട്ടിൽ. ആ ശ്രമത്തിലുണ്ട്. അതിന്റെ കൂടെ ഞങ്ങൾ എവിടെ അമ്പലത്തിന്റെ റോഡ് ഉണ്ടാകണം. വിശ്വാസികളുടെ താല്പര്യമാണ്. ആ വിശ്വാസികളുടെ കൂടെ നിൽക്കാനും കമ്മ്യൂണിസ്റ്റുകാരുണ്ടായി, ഞങ്ങളുണ്ടായി. ഞങ്ങൾ മതത്തിനെതിരല്ല, ഞങ്ങൾ ദൈവത്തിനെതിരല്ല. ദൈവം മതമൊക്കെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്, അതിനെ വ്യാഖ്യാനിക്കരുത്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ദിവസം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബിയുടെ മഹത്തായ, അദ്ദേഹം ജീവിച്ച 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണകളാണ് ഈ പരിശുദ്ധ ഹജ്ജ് ദിനത്തിലും പിറ്റേന്നത്തെ പെരുപെരുന്നാളിലും അനുസ്മരിക്കപ്പെടുന്നത്. അത്രയും പ്രധാനപ്പെട്ട ദിവസം നിസ്സാരമായ കാര്യമില്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെയും തന്റെ പ്രിയപ്പെട്ട കുട്ടിയെയും സർവശക്തനായ അല്ലാഹുവിന്റെ അടുത്ത് ഏൽപ്പിച്ച് വിട പറഞ്ഞു പോകുന്ന പ്രവാചകൻ, വിട പറഞ്ഞു പോകുന്ന ഈ ഇബ്രാഹിം നബി, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മം എന്ന് പറയുന്ന അതിനുശേഷം ഈ ലോകത്ത് കൃത്യമായി നടക്കുക. കോടിക്കണക്കിന് വരുന്ന മനുഷ്യൻ അവിടെ കുടുങ്ങുക. ഓരോ വർഷവും മക്കയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഈ ജനപ്രവാഹം ഒരിക്കലും നിലക്കുന്നില്ല. ആ രൂപത്തിൽ നിന്ന് മുമ്പോട്ട് പോവുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, അവിടേക്ക് എത്തുന്ന ആളുകളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് അപരാധങ്ങളെ പറ്റിയുള്ള തിരുത്തലിന്റെ ബോധമുണ്ട്. ആ തിരുത്തലിന്റെ ബോധവുമായി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ പുതിയ ജീവിതത്തെപ്പറ്റി, ജീവിതത്തിന്റെ പുതിയ വിശുദ്ധിയെ പറ്റിയുള്ള സങ്കല്പവുമായിട്ടാണ് ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഓരോരുത്തരും തിരിച്ചു വരുന്നത്. അങ്ങനെയാ വരുന്നത്. ഞാൻ പറയട്ടെ, ഇത്രയും പ്രധാനപ്പെട്ട ദിവസം തന്നെ ഈ ആക്രമണത്തിന്, ഈ പാവപ്പെട്ട മനുഷ്യരെ ആക്രമിക്കാൻ തയ്യാറായത് ശരിയോ തെറ്റോ? ഒരിച്ചിരി സമയം, ഒരു നിമിഷം ഒന്നിരുന്ന് ആലോചിക്കണ്ടേ? തെറ്റ് പറ്റിയാ തെറ്റാണ് എന്ന് പരസ്യമായി തുറന്ന് സമ്മതിക്കാൻ, ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള സാമാന്യമായ മര്യാദ കാണിക്കണ്ടേ? അതേപോലെ തന്നെയാണ് ഇതിന്റെ പിറ്റേന്നത്തെ ബലിപെരുന്നാളിന്റെ ദിവസം ഇതുപോലെ തന്നെയാണ്. മകനെ ബലികൊടുക്കുക, തന്റെ ഏറ്റവും പ്രാണനായ തന്റെ പൊന്നു മകനെ
വെടികൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗം കൊണ്ടോ ആ ത്യാഗത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മഹത്തായ സന്ദേശമാണ്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഒരു സമൂഹത്തിന് വേണ്ടി വെടികൊടുക്കാൻ തയ്യാറാണ് എന്ന് ജനങ്ങളുടെ പ്രഖ്യാപനമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. അതാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. ആ ദിവസം തന്നെ തിരിച്ചക്രമണം നടത്തിയത് ഈ കോയാക്കയുടെ മക്കൾ ചെയ്ത അക്രമണവും അതിനെ തുടർന്ന് ഈ അയ്യമ്മാവ് പ്രദേശത്ത് കെട്ടടിക്കപ്പെട്ട തോന്നിവാസങ്ങളും എല്ലാം ആക്രമണം തന്നെയാണ്. ഈ ആക്രമണങ്ങളെ എല്ലാം ശക്തമായി ചേർത്ത് പരാജയപ്പെടുത്തണം. രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം തകർക്കാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല. രാജ്യത്ത് അങ്ങനെ എല്ലാവരും തുല്യരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശമാണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ പ്രമാണിക്കൊരു ഭരണഘടനയും പാവപ്പെട്ടവരുടെ ഭരണഘടനയില്ല. അതില്ല. മൊയ്ലാളിക്ക് ഒരു ഭരണഘടന, പാവപ്പെട്ട രാമന് വേറൊരു ഭരണഘടന. അങ്ങനെയല്ല രാജ്യം. ഭരണഘടന ഒന്നാണ്. അത് മനസ്സിലാക്കി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും മുഴുവൻ പ്രസ്ഥാനങ്ങളും ഒരു രാഷ്ട്രീയമില്ലാത്തവരും ഇവിടെ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ഉന്നതമായ ജാഗ്രത കാണിക്കണം എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസിനോട് ഞാൻ പറയാം, ഈ ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോ ആക്രമണകാരികൾക്ക് മൗനാനുവാദം കൊടുക്കുകയും അതിന് സകല സഹായങ്ങൾ ചെയ്ത് വിജയിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്കറിയാം. ജപ്പാൻ ജപ്പാൻ മറ്റൊരു ജപ്പാൻ സ്വയം ജപ്പാൻ അറിയാത്തത് നിന്നോട് ചോദിക്കണം. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഈ രാജ്യങ്ങളുടെ ഈ സൈനികരുടെ തറവാട്ട് പോകാനോ? ഞങ്ങൾ ചോദിക്കട്ടെ, എന്താണ് എന്താ വെള്ളരിക്ക ജപ്പാന്റെ ഭരണം എപ്പോഴും മനസ്സിലായിട്ടുള്ളൂ. അതാണ് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലാക്കിക്കോ. ഇയാൾ ആശുപത്രി കൊണ്ടുപോയി ആളോടാണോ ഈ പറയുന്നത്? ഞാൻ വെള്ളരിക്കാൻ പറ്റുന്നതാണ് ധരിച്ചത്. ഞങ്ങൾ കുറെ ആളെ കണ്ടതാണ്. ഞങ്ങൾ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കോ. ഇവർ ഇങ്ങനെ നിയമം ഉണ്ടാക്കിയ പരിക്ക് പറ്റി കിടക്കുന്ന ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല പോലും. ആരാണോ നിയമം ഉണ്ടാക്കിയത്? ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ നാട്ടിൽ വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുക. ചെറിയ മാറ്റമല്ല, വലിയ തോതിലാ മാറ്റം നടക്കാൻ പോകുന്നത്. അതിന്റെ മുഴുവൻ കാര്യം ഇപ്പൊ പറയാൻ പാടില്ല. മനസ്സിലായോ? ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരു കാര്യം ആ മുന്നണിയിലും ഒരു കാര്യം പുറത്തു വയ്ക്ക് നിൽക്കുക. ഒരു 5-6 ആളുകൾ മനസ്സിലായോ? കണ്ട ഫോട്ടോ മുല്ലപ്പെരിയാറിലെ പഞ്ചമതിൽ കണ്ടപ്പോ പഞ്ചമതിൽ പിണറായി വിജയന് കൈ കൊടുക്കാൻ വേണ്ടി വന്ന ആളുകളുടെ കൂട്ടത്തിൽ അപ്പുറത്ത് വെക്കുന്നതിന് പ്രമാണിമാരുണ്ടായിരുന്നു. ഫോട്ടോകളെ കണ്ടോ? അതൊക്കെ നാട്ടിലുണ്ടാകാൻ പോകുന്ന മാറ്റാണ്. ഞാനിപ്പോ ആലോചിക്കുകയാണ്, ഈ കടന്ന കൈയൊക്കെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് 6 മാസം കഴിഞ്ഞ ഇവരൊക്കെ സ്ഥിതി എന്താകുന്ന ആലോചിക്കുന്ന സത്യത്തിൽ എനിക്ക് വലിയ പ്രയാസം തോന്നുന്നു. നാടിന് വലിയ മാറ്റം വരും, ഒരു സംശയമുണ്ട്. ഇപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടത് നിയമം. നാട്ടിൽ ഗവൺമെന്റ് മാറിയും പറഞ്ഞും വരും, പക്ഷെ നിയമമേ ഉള്ളൂ. ആ നിയമത്തിന്റെ പോലെ നടപ്പാക്കണം. ഇവിടെ തോന്നിവാസം കാണിച്ചാൽ തോന്നിവാസത്തിന് കേസെടുക്കണം. എല്ലാത്തിനും കേസെടുക്കാൻ പോലീസിന് വകുപ്പുണ്ടല്ലോ. ദീപത്തിന് കേസെടുക്കാം. ദീപത്തിന് നടത്തിയതിന് കേസെടുക്കാം. വീടുകാരി സ്ത്രീകളെ പാവപ്പെടാം, സ്ത്രീകളെ ആക്രമിച്ചതിന് കേസെടുക്കാം. നോൺ ബൈലബിൾ ഒഫൻസ് കേസെടുക്കാം. ദീപന് നോൺ ബൈലബിൾ ഒഫൻസ് കേസെടുത്തില്ല. അപ്പോ ആരുടെ വാക്കുകളിയാ പോലീസ് സംരക്ഷിക്കുന്നത്? പോലീസ് ഏർപ്പാട് അവസാനിപ്പിക്കണം. ഈ കളി നാട്ടിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഭരിക്കുന്ന ആളുകൾ എക്കാലവും നാട് ഭരിക്കുമെന്ന് ധരിക്കണ്ട. അവരുടെ പറയുന്ന പ്രഖ്യാപനങ്ങൾ പോലീസ് രാജ്യത്തെ ജനങ്ങളുടെ മേൽ നടപ്പാക്കാൻ തുടങ്ങിയാൽ ഒരു സംശയവും വേണ്ട. നിയമം നിങ്ങളാവില്ല, നിയമം ജനങ്ങളുടെ കയ്യിലെടുക്കുന്ന നാൾ വരുമെന്ന് മനസ്സിലാക്കിക്കോ. അന്നേരം ഇങ്ങോട്ട് പരപ്രയോഗിച്ചിട്ട് കാര്യം ഉണ്ടാക്കില്ല. നേരിടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ജനങ്ങളെ ജനങ്ങളെ നേരിടാൻ പോലീസിന് കഴിയില്ല. പിന്നെ പട്ടാളത്തെ വിളിക്കേണ്ടി വരും. ആ ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഒരേപോലെ നീതി നടപ്പിലാക്കണം.
ജോലി നിർവഹിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം എന്ന് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജനവികാരം മാനിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനം.